ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി സ്വാഗതം സ്നേഹത്തോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ലവ് ബൈറ്റ്സിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നമ്മൾ. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ, ആദ്യം സ്കൂളിൽ പോയ ഓർമ്മകൾ, ആദ്യം സ്ലേറ്റിൽ എഴുതിയ അക്ഷരങ്ങളുടെ ഓർമ്മകൾ. മുതിർന്നു വരുമ്പോൾ സ്ലേറ്റ് പിന്നെ ഒരു പുസ്തക സഞ്ചിയിലേക്ക് ഒതുങ്ങും. 1-2 പുസ്തകങ്ങൾക്കിടയിൽ ഒരു സ്ലേറ്റ്. പുസ്തക സഞ്ചി ഇല്ലാത്തവര് ഒരു കറുത്ത റബ്ബർ കൊണ്ട് സ്ലേറ്റിന് ഒരു അരഞ്ഞാണമിടും. സ്കൂൾ കാലത്തിൻ്റെ ഏറ്റവും ഇലാസ്തികതയേറിയ ഓർമ്മയാണ് ഈ റബ്ബർ ബാൻഡ്. സ്കൂളിലെ ബെഞ്ചിലൊക്കെ കാഷ്ടിക്കുന്ന പ്രാവുകൾക്ക് നേരെ തൊടുത്തുവിട്ട ആദ്യത്തെ തെറ്റാലിയാണത്. പിന്നെയും കുസൃതിക്ക് വേണ്ടി മുൻ സീറ്റുകളിലിരുന്നവർക്ക് നേരെ വലിച്ചുവിട്ട ചെറിയ ചെറിയ അസ്ത്രങ്ങൾ, കടലാസ് പന്തുകൾ, കുഞ്ഞു കുഞ്ഞു കടലാസ് ഉണ്ടകൾ, കടലാസ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ഗോളങ്ങൾ. പിന്നെ ഈ റബ്ബർ ബാൻഡ് കയ്യിലും കഴുത്തിലുമൊക്കെ ഒരാഭരണം പോലെ അണിഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് ചേമ്പിലകൾക്കൊപ്പം സ്ലേറ്റ് കുടയായിട്ടുണ്ട്. ചാറ്റൽ മഴയിലൂടെ സ്ലേറ്റ് ചൂടിപ്പോകുമ്പോൾ നമ്മൾ അന്നെഴുതിയ പറയും പനയുമൊക്കെ വഴിയിലെവിടെയോ വെച്ച് ഒലിച്ചു പോകും. ആ ഒലിച്ചുപോയ ഓർമ്മകൾ വീണ്ടെടുക്കാം ഇന്ന് ക്ലബ് FMൽ ലവ് ബൈറ്റ്സിലൂടെ. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കായി എത്തുന്നു മറ്റൊരു ഗാനം കൂടി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴികളായിരുന്നു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴികൾ. ആ വഴികളിൽ നമുക്ക് വേണ്ടി മാത്രം വിരിഞ്ഞു നിന്നിരുന്ന ചാമ്പയ്ക്കകളും പേരയ്ക്കകളും കാരയ്ക്കപ്പഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ വഴിയരികിൽ മഷിത്തണ്ടുകളും വിടർന്നു നിന്നു. സ്വാഗതം. പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത് ക്ലബ് FMൽ ലവ് ബൈറ്റ്സുമായി. ഈ മഷിത്തണ്ട് എനിക്കെന്നും ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് സ്ലേറ്റ് മാച്ചാൽ പിന്നീട് എഴുതുന്ന അക്ഷരങ്ങൾക്ക് നല്ല തിളക്കമായിരുന്നു. മഷിത്തണ്ടൊടിച്ച് സ്ലേറ്റ് വൃത്തിയാക്കുന്നത് ഒരു മത്സരം തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. ഈ മഷിത്തണ്ടുകളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. 4 മണി വരെ ഇതെല്ലാം ഉറക്കം നടിച്ചിങ്ങനെ ഇരിക്കും. 4 മണി കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എഴുന്നേറ്റിങ്ങനെ വിരിഞ്ഞുഷാറായി നിൽക്കും. മഷിത്തണ്ടുകൾ മാത്രമായിരുന്നില്ല, ആഫ്രിക്കൻ പായലുകളുടെ പോളകൾ, ഇതും സ്ലേറ്റ് മായ്ക്കാൻ നമ്മളന്ന് ഉപയോഗിച്ചിരുന്നു. ആഫ്രിക്കൻ പായലിന്റെ വാല് പോലെയുള്ള പോള, വെള്ളത്തിൽ ഒളിച്ചു കിടന്നിരുന്ന നീളൻ തണ്ടുകൾ, അതുപയോഗിച്ചും സ്ലേറ്റ് തുടയ്ക്കാം. കുളത്തിലെ ഏറ്റവും വലിയ തണ്ടിന് വേണ്ടി അടികൂടിയിട്ടുണ്ടെന്ന് കൂട്ടുകാരോട് ഓർത്തെടുക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ നിന്നും ഏറ്റവും സുഖവും ഒപ്പം ചെറിയൊരു നീറ്റലും അവശേഷിപ്പിക്കുന്നുണ്ട്. പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട് ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഒരിക്കൽ കൂടി സ്വാഗതം ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യമായി സ്കൂളിലേക്ക് പോയ വഴികൾ, വഴികളിൽ നമ്മളെ കാത്തിരുന്ന അത്ഭുതങ്ങൾ, സൗഹൃദം, സ്നേഹം, ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചത് ഒരു പള്ളിക്കൂടമാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ ഇത്തരത്തിലാവില്ല സ്കൂളുകളിലേക്ക് പോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും സ്കൂളിലേക്കുള്ള ഈ യാത്ര, സൗഹൃദം, അവിടെ ഉണ്ടാകുന്ന ചെറിയ പിണക്കങ്ങൾ, ഇതെല്ലാം നാളേക്കുള്ള വലിയ വലിയ ഓർമ്മകളാണ്. പണ്ട് മഞ്ചാടിക്കുരുക്കളും കുന്നിക്കുരുക്കളുമെല്ലാം കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നത് ഓർമ്മകളുടെ വലിയ നിധികളാണ്. അന്ന് ചിലപ്പോൾ ക്ലാസ്സിൽ ടീച്ചറുടെ തല്ലുകൊള്ളാതിരിക്കാൻ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നിരുന്ന കാറ്റാടി മരത്തിന്റെ ഇല നിലം തൊടാതെ പിടിച്ച് ആകാശം കാണിക്കാതെ പുസ്തകത്താളുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നാളുകൾ, ഇതെല്ലാം വലിയ ഓർമ്മകൾ തന്നെയാണ്. ആദ്യമായി ഇൻസ്ട്രുമെന്റ് ബോക്സ് കയ്യിൽ കിട്ടിയ നാൾ ഓർമ്മയുണ്ടോ? കോമ്പസിന്റെ കൂർത്ത മുന നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും. പിന്നീട് അതൊരു ആയുധം പോലെ നമ്മുടെ കൈകളിൽ നമുക്കൊരു ധൈര്യവും പകർന്നു തന്നിട്ടുണ്ട്, അല്ലേ? കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FMൽ ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട്.